തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളുടെ കൊലപാതകത്തിൽ കൂടുതൽ ശാസ്ത്രീയ പരിശോധനയ്ക്കും തെളിവെടുപ്പിനുമൊരുങ്ങി പോലീസ്. അനീഷയും ഭവിനും ചേർന്ന് കൊലപ്പെടുത്തിയ 2 കുട്ടികളുടെയും മരണകാരണം കണ്ടെത്തുക വെല്ലുവിളിയാണെങ്കിലും സാഹചര്യ തെളിവുകളുടെയും ഡിജിറ്റൽ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ കേസിൽ തുമ്പുണ്ടാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഫോറൻസിക് തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി കുട്ടികളുടെ മൃതദേഹം മറവ് ചെയ്ത സ്ഥലങ്ങളിൽ കുഴിയെടുത്ത് വീണ്ടും പരിശോധന നടത്തുകയാണ് അന്വേഷണ സംഘം. തെളിവെടുപ്പും ചോദ്യം ചെയ്യലും പൂർത്തീകരിച്ചതിന് ശേഷം ഇന്ന് വൈകിട്ടോടെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കൂടുതൽ വിശദാംശങ്ങളുമായി ഭരിത ചേരുകയാണ്. ഭരിത, ഈ കുട്ടികളുടെ മൃതദേഹങ്ങൾ മറവ് ചെയ്തു എന്ന് മൊഴി നൽകിയ സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? അനീഷയും ഭവനെയും ഇന്നലെ രാത്രി അവരുടെ വീടുകളിലേക്ക് എത്തിച്ചേർന്ന് നടത്തിയ തെളിവെടുപ്പിന് ശേഷമാണ് കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾ നടത്തേണ്ട ആവശ്യമുണ്ടെന്നുള്ളത് അന്വേഷണ സംഘം തീരുമാനിച്ചത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇങ്ങനെ 2 കുട്ടികളെ കൊന്നു കുഴിച്ചുമൂടി എന്നുള്ള സംഭവം ഇപ്പോഴും നാട്ടുകാരിലേറെ അത്ഭുതത്തോടെയാണ് കണ്ടത്. കൊലപ്പെടുത്തിയ 2 കുട്ടികളുടെയും അസ്ഥികളുടെ അവശിഷ്ടങ്ങൾ ലഭിച്ച സാഹചര്യത്തിലാണ് വീണ്ടും കുഞ്ഞുങ്ങളെ മറവ് ചെയ്ത സ്ഥലത്ത് കുഴി വീണ്ടും തുറന്ന് പരിശോധിക്കാനുള്ള ഭാഗമായി തീരുമാനങ്ങൾ എടുത്തത്. പ്രതികൾ കാട്ടിക്കൊടുത്ത 2 സ്ഥലങ്ങളിലും ഇന്നലെ പ്രത്യേകം തിരിച്ച് കനത്ത സുരക്ഷയും ഏർപ്പെടുത്തിയിരുന്നു. ഇന്ന് രാവിലെ അനീഷയുടെ വീട്ടിലെത്തിച്ചേർന്ന ഉദ്യോഗസ്ഥർ ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെ പരിശോധനകൾ നടത്തിയിരുന്നു. 4 വർഷം മുൻപ് ആദ്യം കൊലപ്പെടുത്തിയ കുട്ടിയുടെ ചില അസ്ഥികൾ കൂടി പരിശോധനയിൽ കണ്ടെത്തിയെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഭാവിന്റെ വീട്ടിലും ഇതേപോലെ തന്നെ സംഘം ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് പരിശോധനകൾക്കായി തീരുമാനിച്ചിരിക്കുന്നത്. തെളിവെടുപ്പിന് ചോദ്യം ചെയ്യലിനും ശേഷം ഇന്ന് വൈകിട്ടോടെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നതിനാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ തീരുമാനവുമായി മുന്നോട്ട് പോകുന്നത്. ശരി, തെളിവെടുപ്പ് നടക്കുകയാണ്. എന്തായാലും തെളിവെടുപ്പും ചോദ്യം ചെയ്യലും പൂർത്തീകരിച്ചതിന് ശേഷം വൈകിട്ടോടെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. തൃശൂരിൽ നിന്നും ഭരിത പ്രതാപാണ് വിശദാംശങ്ങൾ നൽകിയത്.